സോഷ്യൽ മീഡിയയിൽ കുംഭമേള ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിയായ പെൺകുട്ടിയുടെ വിവാഹത്തെ ചൊല്ലിയുള്ള നിയമതർക്കം ഇപ്പോൾ കൊച്ചിയിൽ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന പരാതിയിൽ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി പരിശോധനകൾ ആരംഭിച്ചു. നിലവിൽ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പെൺകുട്ടിയെ നേരിട്ട് കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഈ കേസിൽ ആരോപണ വിധേയനായ ഭർത്താവ് ഹർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മാസം 20 വരെ കേരള ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്താനായി തങ്ങൾ എത്തിയതെന്ന് പോലീസ് ഔദ്യോഗികമായി അറിയിക്കുമ്പോഴും തട്ടിക്കൊണ്ടുപോകൽ കേസായതിനാൽ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിയമപരമായ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചതെന്നും വ്യക്തമാക്കി പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. തന്നെ ബലമായി മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തടയണമെന്നും കേരള പോലീസിന്റെ സംരക്ഷണം വേണമെന്നുമാണ് പരാതിയിലെ പ്രധാന ആവശ്യം. ഈ കേസിന്റെ വസ്തുതകളും നിയമപരമായ വശങ്ങളും വരും ദിവസങ്ങളിൽ എത്തരത്തിൽ മാറുമെന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. കുംഭമേള ചിത്രങ്ങളിലൂടെ പ്രശസ്തരായ പെൺകുട്ടിയും വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ കൊച്ചി നഗരത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയ പോലീസ് അന്വേഷണമായി മാറിയിരിക്കുകയാണ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി മധ്യപ്രദേശ് പോലീസ് തന്നെ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ മധ്യപ്രദേശ് പോലീസ് പരിശോധന നടത്തി വരികയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശേഖരിച്ച ടവർ ലൊക്കേഷൻ വിവരങ്ങൾ പ്രകാരം പെൺകുട്ടിയും ഭർത്താവും കൊച്ചിയിൽ തന്നെയാണുള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മധ്യപ്രദേശ് പോലീസിനൊപ്പം പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതില്ലെന്നും അവരിൽ നിന്ന് മൊഴിയെടുക്കുക മാത്രമാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്നും മധ്യപ്രദേശ് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്തിയതിനാൽ പെൺകുട്ടിയെ സംരക്ഷണ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നിയമപരമായ അധികാരം തങ്ങൾക്കുണ്ടെന്ന നിലപാടും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നത് ഈ പരിശോധനകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേരള പോലീസും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. ടവർ ലൊക്കേഷൻ പ്രകാരം പെൺകുട്ടി നഗരപരിധിയിൽ തന്നെ ഉണ്ടെന്ന് കേരള പോലീസും സമ്മതിക്കുമ്പോഴും അവരുടെ കൃത്യമായ ഒളിസങ്കേതത്തെക്കുറിച്ച് തങ്ങൾക്കും അറിവില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചാൽ കേരള പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഈ വിഷയത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണത്തിനായി ഏവരും ഉറ്റുനോക്കുകയാണ്. മധ്യപ്രദേശ് പോലീസ് തന്നെ തേടി കൊച്ചിയിൽ എത്തിയെന്ന് ഉറപ്പായതോടെ നിയമപരമായ പോരാട്ടത്തിലൂടെ തന്റെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനാണ് പെൺകുട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ കേസിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് തനിക്ക് കേരള പോലീസിന്റെ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് അവർ ഔദ്യോഗികമായി രംഗത്തെത്തി. തനിക്ക് മധ്യപ്രദേശ് പോലീസിൽ നിന്നും ഭീഷണിയുണ്ടെന്നും തന്നെ ബലമായി അവിടേക്ക് കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. താനിപ്പോൾ കേരളത്തിലാണെന്നും ഇവിടെ ജീവിക്കാനാണ് ആഗ്രഹമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. മധ്യപ്രദേശ് പോലീസ് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ കേരള പോലീസ് തനിക്ക് കാവലാകണമെന്നാണ് യുവതിയുടെ പ്രധാന ആവശ്യം. ഈ കേസിലെ ഏറ്റവും നിർണായകരമായ തർക്കം പെൺകുട്ടിയുടെ പ്രായത്തെ ചൊല്ലിയാണ്. തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും അതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാനും താമസ സ്ഥലം തിരഞ്ഞെടുക്കാനും തനിക്ക് അവകാശമുണ്ടെന്നും യുവതി അവകാശപ്പെടുന്നു. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങളിൽ ഇടപെടാൻ മറ്റൊരു സംസ്ഥാനത്തിലെ പോലീസിന് അവകാശമില്ലെന്നാണ് പെൺകുട്ടിയുടെ നിലപാട്. ഇതിന് ആവശ്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും അവർ സൂചിപ്പിച്ചു. കേരള സർക്കാരിന് പരാതി നൽകിയതിന് പുറമെ കൂടുതൽ നിയമസുരക്ഷയ്ക്കായി പെൺകുട്ടി ഉടൻ തന്നെ കേരള ഹൈക്കോടതിയെയും സമീപിക്കുമെന്ന് സൂചനയുണ്ട്. തന്റെ അറസ്റ്റ് തടയണമെന്നും പോലീസ് പീഡനത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് റിട്ട് ഹർജി നൽകാനാണ് സാധ്യത. ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് പെൺകുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള പോലീസും മറുവശത്ത് തന്റെ സുരക്ഷയ്ക്കായി കേരള പോലീസിന്റെ അഭയം പ്രാപിച്ച ഒരു യുവതിയും. ഈ നിയമയുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാകാനാണ് സാധ്യത. പെൺകുട്ടിയുടെ പരാതിയിൽ കേരള പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ ഭാവി. ഈ കേസ് ഇപ്പോൾ കേവലം ഒരു പോലീസ് അന്വേഷണമല്ല, മറിച്ച് അതീവ ഗൗരവകരമായ ഒരു നിയമ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യവും അന്തർ സംസ്ഥാന പോലീസ് അധികാരങ്ങൾ, പോക്സോ നിയമത്തിന്റെ വ്യവസ്ഥകൾ എന്നിവയെല്ലാം കൂടിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിൽ നിലനിൽക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകരമായ ഒരു ഘട്ടം കേരള ഹൈക്കോടതിയുടെ ഇടപെടലാണ്. പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മാസം 20-ാം തീയതി വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത തട്ടിക്കൊണ്ടുപോകൽ കേസിലും പോക്സോ കേസിലും കേരളത്തിൽ വെച്ച് ഉടൻ നടപടി ഉണ്ടാകുന്നത് തടയാൻ ഇത് സഹായിച്ചു. കോടതിയുടെ ഈ നിലപാട് അന്വേഷണ സംഘത്തിന് മേൽ വലിയൊരു നിയമപരമായ പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന പരാതിയിലാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ തനിക്ക് 18 വയസ്സ് കഴിഞ്ഞുവെന്ന് അവകാശപ്പെട്ട് പെൺകുട്ടി രംഗത്തെത്തിയത് നിയമപരമായി ഏറെ പ്രസക്തമാണ്. പ്രായം തെളിയിക്കുന്ന രേഖകൾ ഔദ്യോഗികമായി ഹാജരാക്കുന്നതോടെ പോക്സോ കേസിലെ ഗൗരവം കുറയാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മൊഴിയെടുക്കുന്നതിനായി പെൺകുട്ടിയെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ അനിവാര്യതയാണെന്ന് മധ്യപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നു. മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് കേരളത്തിൽ എത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചാൽ കേരള പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും
കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ അതീവ ജാഗ്രത പാലിക്കാനാണ് പ്രാദേശിക പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പോലീസ് പീഡനത്തിൽ നിന്ന് സംരക്ഷണം തേടി പെൺകുട്ടി ഉടൻ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. റിട്ട് ഹർജിയോ അല്ലെങ്കിൽ ക്വാഷിംഗ് ഹർജിയോ നൽകിക്കൊണ്ട് തനിക്കെതിരെയുള്ള പോലീസ് നീക്കങ്ങൾ തടയാൻ ഇവർ ശ്രമിച്ചേക്കാം. മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നത് തുടർന്നാൽ ഈ മാസം 20-ന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഈ സംഭവത്തിലെ സകല നിയമ കുരുക്കുകൾക്കും മറുപടിയാകും.